ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്നു. ഡൗ ജോൺസ് 386 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 1.85ഉം നസ്ഡാക്ക് 25 പോയിൻറ്റും നെഗറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 30 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു 2 ഡോജി ക്യാൻഡിലാണ് കഴിഞ്ഞ 2 ദിവസവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം നമ്മുടെ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, ഇല്ല ഡേ ക്യാൻഡലിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ട്രെൻഡ് ലൈന് നേരത്തെ ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് താഴോട്ട് വന്നത്. തിരിച്ചു മുകളിൽ പോയപ്പോഴത്തേക്കും ഇത് 2 സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലായിരുന്നു. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസിങ് വന്നിട്ടില്ല. ഇവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്നു. അടുത്ത ക്യാൻഡിൽ മെനഞ്ഞാത്ത ക്യാൻഡിൽ വീണ്ടും അവിടെ നിന്ന് ഒരു മുകളിൽ നിന്ന് വലിയൊരു വിക്കാണ്. അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് പ്രഷർ വന്നു. ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിൽ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് മാർക്കറ്റിൽ ഈ 2 ഡോജി ക്യാൻഡിലുകളും ഇതിൻ്റെ വിക്ക് മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക് ഔട്ട് കിട്ടണം. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഏരിയയ്ക്കുള്ളിലാണ്. ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഈ ഒരു ലെവലിന് താഴോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,749 ഈ ഒരു ലെവൽ, അതായത് ഇന്നലത്തെ ലോ വരുന്ന ആ ഒരു ലെവലിന് താഴോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. ഗ്യാപ്പ് അപ്പ് ഇവിടെ നിന്നായിരിക്കും ഒരു ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ മാർക്കറ്റ് ഏകദേശം 24,600 വരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ചെറിയൊരു നെഗറ്റീവ് ട്രെൻഡിലാണുള്ളത് കഴിഞ്ഞ 2 ദിവസമായിട്ട്. മുകളിലോട്ട് നമുക്ക് ഇന്നലത്തെ ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് ഷോർട്ട് ടൈം ബുള്ളിഷ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൺസോൾട്ടേഷനാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് 15 മിനിറ്റിൽ ഈ ഒരു ലെവൽ 24,774 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കാം. വലിയ ടാർഗറ്റ് ആയിരിക്കും നമുക്ക് 24,600 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് ഈ ലെവൽ ശ്രദ്ധിക്കാം, 24,826 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ 24,900 ടാർഗറ്റ് വയ്ക്കാം. 24,826 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ 24,900, പിന്നെ ഏറ്റവും മുകളിൽ 24,982 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഡേറ്റ നോക്കുന്നില്ല, ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ട് ഡേറ്റ നോക്കുന്നില്ല. ഇന്നലത്തെ ചാർട്ടിൽ ഏകദേശം നമ്മൾ താഴത്തെ സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വന്നു. അടുത്ത 5 മിനിറ്റിൽ തന്നെ അവിടെ നിന്ന് നല്ലൊരു പുൾ ബാക്ക് കിട്ടി. 24,758, 24,740, പിന്നെ മുകളിൽ നിന്ന് CPR എന്നാണ് റിജക്ഷൻ വന്നത്. ഇന്നലെ ഒത്തിരി പേരല്ല, ഒരു 90% പേർക്കും ലോസായിരുന്നു. കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഇവിടെ കൊടുത്ത കോള് തന്നെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പുട്ട് ഓപ്ഷന് കോൾ കൊടുക്കുന്നത്. 24,800 പുട്ട് ഓപ്ഷന് കോൾ കൊടുക്കുന്നത്. മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത് ഏകദേശം 6 രൂപയായിരുന്നു. കാരണം ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ കാണുന്ന വലിയ ക്യാൻഡിലൊക്കെ മാത്രമാണ് ഒരു 10 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയത്. പതിയെ താഴെ വന്നതുകൊണ്ട് തന്നെ ക്യാൻഡിലുകളിലൊന്നും മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. പ്രീമിയം ഡീക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്യൂച്ചേഴ്സ് ചെയ്തവർക്കൊക്കെ ഇത്രയും പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓപ്ഷൻസ് ചെയ്തവർക്കൊന്നും അത്ര അങ്ങനെ സ്കാൽപ്പിങ്ങിനുള്ള ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. ഇന്നലത്തെ മാർക്കറ്റിൽ ഒരു 5 പോയിൻറ്റ് 8 പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാൻഡിലുകൾ ഉണ്ടായിരുന്നു.
എന്നാലും ഞാനിവിടെ നിന്ന് ടാർഗറ്റ് കൊടുത്തിരുന്നത് 24,758, 24,780 അവസാനം ക്ലോസിംഗ് വന്നത് ആ ഒരു ഏരിയയിലായിരുന്നു. ഇന്ന് നാരോ CPR ആണ്, ഏകദേശം 4 പോയിൻറ്റിൻ്റെ CPR ആണ്. 24,794, 24,798. അതുകൊണ്ട് തന്നെ CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പം ഒരു ഫേക്ക് ബ്രേക്കൗട്ട് താഴോട്ട് കാണിച്ചിട്ട് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPR വരയ്ക്കും മാർക്കറ്റ് പോവാം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു റിജക്ഷൻ ഉണ്ടാവും മാർക്കറ്റിൽ. താഴോട്ട് ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് തിരിച്ച് മുകളിലോട്ട് കയറുന്നതെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് 24,731, 24,716 ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,667, 24,653 വയ്ക്കുക. സെക്കൻഡ് ടാർഗറ്റ് 24,600, 24,587. മുകളിലോട്ട് ഒറ്റ ടാർഗറ്റേ വെച്ചിട്ടുള്ളൂ, 24,850, 24,864. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ പുതിയ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.